അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി മൂഫീന അഹദ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നാടിൻ്റെ സുരക്ഷയ്ക്കായി സൈനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സൈനിക സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് പട്ടാളം. ഏറെ ക്ലേശകരവും ത്യാഗപൂർണവുമായ പരിശീലനങ്ങൾക്കൊടുവിലാണ് ഒരു പട്ടാളക്കാരൻ സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ശാരീരിക ക്ഷമതയും പോരാട്ട മികവും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള മനക്കരുത്തും ലഭിക്കുന്നതിനായി വ്യത്യസ്ത രീതികളിലുള്ള പരിശീലന മുറകൾ അവർക്ക് നൽകണം. ഇങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുന്നത് ആവശ്യഘട്ടങ്ങളിൽ ജീവൻ ബലിയർപ്പിക്കുന്നതുൾപ്പെടെയുള്ള ത്യാഗങ്ങൾക്ക് അവരെ സന്നദ്ധരാക്കാൻ വേണ്ടിയാണ്. ചോര കാണുമ്പോൾ ഭീതിയും തലകറക്കവും മനം പുരട്ടലും അനുഭവപ്പെടുന്ന ഒരാളെ ധൈര്യവും മനസാന്നിധ്യവുമുള്ള ആളാക്കാൻ ആ നിലയിലുള്ള പരിശീലനം വേണം. അപകട മേഖലകളിൽ വരെ കൊണ്ടുപോയി പരിശീലിപ്പിക്കേണ്ടി വരും. ഇരുട്ടും ശബ്ദകോലാഹലങ്ങളും മൂലം അസ്വസ്ഥരാവുന്നവർക്ക് അതിനനുസരിച്ച പരിശീലനങ്ങളാണ് വേണ്ടത്. പ്രകൃതി ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വിശപ്പും ദാഹവും സഹിച്ചും കഠിന ജോലികൾ ചെയ്യാനുള്ള പരിശീലനം നൽകണം. ഇതുപോലെ ഒരു യഥാർത്ഥ മുസ്ലിം കുടുംബത്തിനും സമുദായത്തിനും നാടിനും നാട്ടാർക്കും വേണ്ടി എന്തും ത്യജിച്ചുകൊണ്ട് സാമൂഹിക സേവകനാകാൻ പരിശീലനം നേടേണ്ടതുണ്ട്. മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവൻ യഥാർത്ഥ മുത്തഖി ആവുന്നത്. ഖുർആനും ഹദീസും പറഞ്ഞു തരുന്ന മുത്തഖി മറ്റുള്ളവരെ തന്നെക്കാൾ പരിഗണിക്കുന്നയാളാകുക എന്നതാണ്. വർത്തമാനകാല സാഹചര്യം വളരെയേറെ മാറിയിരിക്കുന്നു. ഇന്ന് സ്വാർത്ഥനും സമ്പന്നനും അധികാരിയുമാണ് സാമൂഹിക സേവകനായി അറിയപ്പെടുന്നത്. ഒരു സാധുവായ വൃക്കരോഗിക്ക് ഒരു നേരത്തെ ഡയാലിസ് നൽകാൻ ജനങ്ങളെ അറിയിച്ച് കൊട്ടും കൊരവയുമായി കാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ ഏറി വരികയാണ്. എന്നാൽ ആരുമറിയാതെ സ്വസഹോദരനെ പോലെ കാറിൽ രോഗിയുടെ വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നൽകി വീട്ടിൽ തിരിച്ചെത്തിക്കുന്ന നിഷ്കളങ്ക സേവന പ്രവർത്തകരെയും ചുരുക്കമായെങ്കിലും നമുക്ക് കാണാൻ കഴിയും. മനുഷ്യ മനസ്സുകളിൽ നിന്ന് റിയാഇന്റെ അഥവാ പ്രകടനാത്മകതയുടെ ലോകമാന്യത്തിൻ്റെ പൊങ്ങച്ചത്തിൻ്റെ കറകൾ ഇളക്കിക്കളഞ്ഞ് ഇഖ്ലാസിന്റെ അഥവാ നിസ്വാർത്ഥതയുടെ കനകം നിറക്കാൻ പരിശീലിപ്പിക്കുകയാണ് റമദാൻ വ്രതം. നന്മകളിലൂടെ ജനപ്രശംസയല്ല, നാഥന്റെ തൃപ്തിയാണ് ലക്ഷ്യം എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് റമദാനിന്റെ ദിനരാത്രങ്ങൾ. വരിളുവാനുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. സുഖനിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തിയാൽ ആർക്കാണ് സന്തോഷമുണ്ടാകുന്നത്? പക്ഷേ റമദാനിന്റെ രാത്രികൾ വിശ്വാസികളെ സന്തോഷത്തോടെ സുഖനിദ്രകൾ ത്യജിക്കാൻ പ്രാപ്തനാക്കുകയാണ് അത്താഴത്തിലൂടെ. നോമ്പ് തുറപ്പിക്കാനും ഭക്ഷണങ്ങൾ ഒരുക്കാനും എത്ര സന്തോഷത്തോടെയാണ് വിശ്വാസികൾ സമയവും സമ്പത്തും ത്യജിക്കുന്നത്. തൻ്റെ വീട്ടുപടിക്കൽ ആവശ്യമായി വരുന്ന അശരണർക്ക് മനസ്സറിഞ്ഞ് സ്വതക്ക നൽകുന്ന നോമ്പുകാരൻ പണത്തോടുള്ള ആർത്തിയെ ത്യജിക്കാൻ പഠിക്കുകയാണ്. അപരനിൽ നിന്ന് ഇഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരുമ്പോൾ കോപത്തെ നിയന്ത്രിച്ചുകൊണ്ട് സ്വന്തം ഇച്ഛയെ വെടിയാൻ പരിശീലിക്കുകയാണ് നോമ്പിലൂടെ. വിചാരങ്ങളെ അരുതായ്മകളിൽ നിന്ന് മാത്രമല്ല അനുവദനീയങ്ങളിൽ നിന്നുകൂടി ദൈവപ്രീതി കാംക്ഷിച്ച് തടഞ്ഞു നിർത്താൻ നോമ്പുകാരൻ പരിശീലിക്കുന്നു. സ്വന്തം ഭാര്യയെ പ്രാപിക്കുന്നത് ആവശ്യവും അനുവദനീയവുമാകുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചിലേറ്റി വികാര നിയന്ത്രണം ശീലിക്കുകയാണ് നോമ്പുകാരൻ. അങ്ങനെ ഓരോ വിശ്വാസിയും തൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിനും കടിഞ്ഞാണിട്ടുകൊണ്ട് ത്യാഗത്തിൻ്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കുകയാണ് റമദാനിലൂടെ. പ്രിയപ്പെട്ടതിനെ അള്ളാഹുവിനും റസൂലിനും വേണ്ടി ബദർ രണാങ്കണത്തിൽ ത്യജിക്കാൻ തയ്യാറായ ബദരീങ്ങൾ ത്യാഗത്തിൻ്റെ ഉന്നതമായ മേഖലകളെ നമുക്ക് പറഞ്ഞു തന്നതും റമദാനിനെ സാക്ഷിയാക്കിയാണ്. പ്രിയപ്പെട്ടതെന്തും നാഥനായ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുന്ന ത്യാഗസന്നദ്ധതയാണ് സത്യവിശ്വാസിയുടെ സവിശേഷ ഗുണം. സത്യവിശ്വാസികളെ ത്യാഗസന്നദ്ധരാക്കുന്നതിൽ റമദാനിലെ നോമ്പ് പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു
അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.